ഹലോ, അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മേക്ക് ഓവർ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈയിടെ വാങ്ങിച്ച 2 വാൾപേപ്പർ നമ്മൾ വീടിൻ്റെ 2 ഭാഗത്തൊട്ടിക്കാണ്ട് വാങ്ങിച്ച വാൾപേപ്പറിൻ്റെ ഒരു റിവ്യൂ ആണ്. റിവ്യൂ മാത്രമല്ല, നമ്മളിത് എവിടേക്കാണ് ഒട്ടിച്ചത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ നമ്മളിത് ഈ ഒരു വാൾപേപ്പറിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണണേ. അപ്പോൾ ആ ഒരു ടൈലിൻ്റെ അവിടെ ഒട്ടിക്കാൻ ഒരു വാൾപേപ്പർ വാങ്ങിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വാൾപേപ്പറാണിത്. ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 135 ഒരു 150 റേഞ്ചാണ് ഇതിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. പക്ഷേ അത് കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് ഒട്ടിക്കാം. ഇതൊരു വൈറ്റ് ടൈലാണ് അവിടെ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളുടെ മഞ്ഞ പെയിൻ്റ് അടിച്ച റൂമിന് വൈറ്റ് പെയിൻറ്റിലോട്ട്, വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് അല്ല, പക്ഷെ അത് അടിച്ചു കഴിയുമ്പോൾ ഏകദേശം വൈറ്റ് പോലെ തന്നെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റ് മാറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുൾ വൈറ്റ് ആകുമ്പം ഇങ്ങനെ ഒരു കളർഫുൾ വാൾപേപ്പർ വരുമ്പോൾ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ ഒരു വൈറ്റ് സ്പേസിൽ ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ വില കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഭയങ്കര തിന്നാണ്, വളരെ ശ്രദ്ധിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ എയർ ബബിൾസൊക്കെ കയറും. പിന്നെ സൈഡിലൊരു വൈറ്റ് ഒരു വര പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് കളയുവാണ്, അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. അങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ച് തുടങ്ങി. പക്ഷേ ഒട്ടിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ആദ്യം ഒട്ടിച്ചത് അതിന് എന്തോ ഒരു ചെറിയൊരു പിഴവ് പറ്റിയതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അതായത് ഒരു ഓർഡർലെസ് ആയിട്ടിരുന്നു ഈ ചതുരങ്ങൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുൾ വാൾപേപ്പർ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പറിച്ചെടുത്തിട്ട് നടുക്ക് മാത്രം ഒരു സിംഗിൾ ലൈൻ പോലെ വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് മൊത്തം വലിച്ചെടുത്തു. ടൈലിലായതുകൊണ്ട് തന്നെ ഇത് വലിച്ചെടുത്താൽ വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ല. പക്ഷേ എന്നാലും കുറച്ചൊക്കെ വേസ്റ്റ് ആയി കേട്ടോ. കാരണം നമ്മൾ ആ വലിക്കുന്ന അവിടെ കുറച്ചിങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു പേപ്പറിൻ്റെ ടെക്സ്ചർ ഒരു വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം പറിച്ച് കൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കൊള്ളാം, ഒരു ഭംഗിയുണ്ട്. ആ ടേബിളിൻ്റെ അടിയിൽ ഞാൻ വെറുതെ ബാലൻസ് ഒന്ന് ഒട്ടിച്ച് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് വലിയ ഭംഗിയിലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മറ്റേത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വാൾപേപ്പർ വാങ്ങിച്ചത് നമ്മുടെ ഈ TV ഏരിയയിലാണ്. ഇത് ശരിക്കും പെയിൻറ്റിങ് ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് വാൾപേപ്പർ വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചത്. അപ്പോൾ ഈ ഒരു വുഡൻ ഫിനിഷ് വരുന്ന പോലത്തെ ഒരു വാൾപേപ്പറാണ് വാങ്ങിച്ചത്. ഇത് ഒരു 300 അകത്തുള്ള റേഞ്ച് ആട്ടോ ഇതിൻ്റെയും പ്രൈസ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ചേട്ടനാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 3 റോ ആയിട്ടാണ് നമ്മൾ ഒട്ടിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ നമുക്ക് ഒട്ടിക്കാനും ഈസിയാണ്. അത്ര തിന്നൊന്നുമല്ല, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു 3D എഫക്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങും ബാക്കി ഇൻറ്റീരിയറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി അടിപൊളിയാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നത്. എന്തായാലും ഈ ഒരു വാൾപേപ്പർ, ഈ 2 വാൾപേപ്പറിൽ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ചെറിയ മേക്ക് ഓവറൊക്കെ, നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന മേക്ക് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇതും ഒട്ടിക്കുമ്പോൾ നമ്മൾ എയർ ബബിളൊന്നും കയറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ മേക്ക് ഓവേഴ്സ് കഴിഞ്ഞിട്ടില്ല, പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.